ഇവിടെ ഒരുപാടായി ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ കൗൺസിലർ ടി റനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് എന്തെങ്കിലും വിവരങ്ങൾ? അല്ല, ഇതിൽ വിവരം ഞങ്ങളവരല്ലേ 10:30 മണിക്ക് ഇവർ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഇപ്പോൾ പോലീസ് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇവിടെ മെഡിക്കൽ പരിശോധന നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു ദുരൂഹമായ സാഹചര്യമാണ്. സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഒരു VIP ഒന്നുമല്ലല്ലോ. അപ്പോൾ പത്രമാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല, പൊതുപ്രവർത്തകരോട് കാര്യങ്ങൾ പറയില്ല, SIM CA അടക്കമുള്ള AC അടക്കമുള്ള ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള, ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത്തരത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം പോലീസ് ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. സാധാരണ കേസ് രജിസ്റ്റർ സ്റ്റേഷനിൽ ഹാജരാക്കി ഇവിടുത്തെ ബീച്ചിലോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് മെഡിക്കൽ നടത്തേണ്ടത്. അപ്പോൾ അതൊന്നുമില്ലാതെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണെങ്കിൽ അതിൽ ശക്തമായ സമരങ്ങൾ നിർത്തം കൊടുക്കുന്നതാണ് ഈ അവസരത്തിൽ പറയുന്നത്. പോലീസ് നടപടിയെ സംബന്ധിച്ചുള്ള ആളുകളുടെ അഭിപ്രായം, കാരണം പോലീസ് ഈ വിവരങ്ങളൊന്നും തന്നെ രഹസ്യമായി വെക്കുന്നതിന് പകരം ഇതൊന്നും തന്നെ പുറത്തേക്ക് വിടുന്നില്ല. അതിനുള്ളൊരു പ്രതിഷേധം എന്ന നിലയ്ക്ക് കൂടി ആളുകളുടെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, കുടുംബമടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു പോലീസ് ഈ കേസെടുക്കുന്നതിൽ മെല്ലെപ്പോക്ക് നടത്തുന്നു എന്നുള്ള കാര്യം കുടുംബം തന്നെ നേരിട്ട് ആരോപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിന് പിന്നാലെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള അല്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം കുറെ കൂടി ഊർജിതമാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിലുണ്ട് എന്നുള്ള കാര്യം പോലീസ് അറിയുകയും ഇന്ന് രാവിലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും അങ്ങനെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വന്നത് ഈ സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. എവിടേക്കാണ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലോ അല്ലെങ്കിൽ കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു സാധ്യത പോലും പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണത്തിലൊക്കെ അല്ലെങ്കിൽ കൃത്യമായ വിവരം എന്താണെന്നുള്ള കാര്യത്തിൽ അടുത്ത നടപടി എന്താണെന്ന കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനിയൊരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഈ കൊയിലാണ്ടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ വൈദ്യപരിശോധന പൂർത്തിയാക്കി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വടകരയിൽ നിന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത കാര്യത്തിൽ 10:30 കൂടി തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതൊരു പക്ഷേ ഇവരെ ഇവിടെ ഹാജരാക്കിയതിനു ശേഷം അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നുള്ളതാണ്. ശരി, സലാം തുടരൂ. സലാമിലേക്ക് മടങ്ങിയെത്താം. ഏതായാലും ഇനിയിപ്പോൾ എങ്ങനെയാണ്, എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു.